നമസ്തേ. ഈ വാക്കും ഈ അഭിവാദ്യമൊക്കെ ഇന്ത്യക്കാരുടെ മാത്രം സ്വന്തമാണ്. ഇന്ത്യക്കാർ എവിടെ പോയാലും അറിയാതെ അഭിവാദ്യം പറഞ്ഞു പോകും, നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട്. നമസ്തേ ലോകപ്രശസ്തമാക്കിയത് മറ്റൊരാൾ കൂടിയാണ്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്ത് എവിടെ ഒരു ഉച്ചകോടിക്ക് പോയാലും ഏത് രാജ്യത്ത് സന്ദർശനത്തിന് ചെന്നാലും നരേന്ദ്രമോദി അവിടുത്തെ രാഷ്ട്രത്തലവനെ നമസ്തേ എന്ന് കൈകുപ്പിയാണ് അഭിവാദ്യം ചെയ്യുന്നത്. അതിപ്പോൾ ലോക നേതാക്കൾ ഒരു സ്റ്റൈലാക്കി മാറിയിരിക്കുകയാണ്, ഇന്ത്യൻ സ്റ്റൈൽ. ട്രംപ് ആയാലും പുടിനായാലും മറ്റേത് ലോക നേതാവായാലും ഒരു ഇന്ത്യക്കാരനായാലും മോദിയുടെ ആ സ്റ്റൈലാണ് നമസ്തേ. അത് അതേപടി ഏറ്റെടുത്തിരിക്കുന്ന മോദിയുടെ ഉറ്റ സുഹൃത്തുക്കളായ രാഷ്ട്ര തലവന്മാരും. ഇതാ ഇപ്പോൾ ശ്രദ്ധേയമായത്, ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരുമായും വൈറ്റ് ഹൗസിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ആ കൂടിക്കാഴ്ചയ്ക്കിടെ ഏറെ വൈറലായ ഒരു സംഭവം. അമേരിക്കൻ പ്രോട്ടോകോൾ മേധാവി മോണിക്ക ക്രൗളിയെ നമസ്തേ എന്ന് അഭിവാദ്യം ചെയ്തത് മറ്റാരുമല്ല, ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോണിയായിരുന്നു. മെലോണിയുടെ ഒരു മാസ് എൻട്രി ആയിപ്പോയി ആ നമസ്തയും അഭിവാദ്യവും. ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ വൈറ്റ് ഹൗസിൽ എത്തിയപ്പോഴാണ് മെലോണിയ കൂപ്പ് കൈകളോടെ നമസ്തേ പറഞ്ഞത്, ഇന്ത്യൻ സ്റ്റൈലിൽ. പതിവ് ഹസ്താനക്കിടയിൽ മെലോണിയയുടെ ഈ ഒരു പ്രകടനം വേറിട്ടതായി മാറി. എല്ലാവരും അത് ശ്രദ്ധിക്കുകയും ചെയ്തു, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപും മറ്റ് യൂറോപ്യൻ രാഷ്ട്ര തലവന്മാരും. ഇത്തരത്തിൽ ഇതാദ്യമായല്ല മെലോണിയ മറ്റു നേതാക്കളെ അഭിവാദ്യം ചെയ്ത്. ഇതിനു മുമ്പും ഇറ്റലി എന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അവർ മറ്റ് വിശിഷ്ടാതിഥികളെ കൈകൂപ്പി നമസ്തേ പറഞ്ഞ് അഭിവാദ്യം ചെയ്തിട്ടുണ്ട്. ഇറ്റലി നടന്ന G7 മീറ്റിൽ മെലോണി ഇതേപോലെ അഭിവാദ്യം ചെയ്ത് അന്ന് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മെലോണിയും തമ്മിൽ ഏറ്റവും അടുത്ത സൗഹൃദമാണ്. അതിനിടയിലാണ് ഇന്ത്യൻ രീതിയിലെ ഈ നമസ്തയും. ദുബായിൽ നടന്ന ഒരു ഉച്ചകോടിക്കിടെ മോദിയുടെയും മെലോണിയയുടെയും ചിത്രങ്ങൾ അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്ത്യയിൽ നടന്ന G20 ഉച്ചകോടിയുടെ ചിത്രങ്ങളും ഏറെ വൈറലായി. രസകരമായ അടിക്കുറിപ്പുകളോടെ സിനിമാ ഗാനങ്ങളും ഒക്കെ ചേർത്താണ് നിരവധി ഇന്ത്യക്കാർ മെലോണിയയുടെ ഈ ഒരു ഹസ്താനത്തെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, മെലോണിയ ഇന്ത്യൻ സ്റ്റൈൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അടുത്ത ബന്ധത്തിന്റെ പേരിലാണ്. ഊർജം, വ്യവസായം എന്നീ മേഖലകളിൽ ഇനി ഇറ്റലിയും ഇന്ത്യയുമായുള്ള ദൃഢമായ സഹകരണ ഇടപാടുകൾ, കരാറുകളൊക്കെ വരാൻ പോകുന്നതേയുള്ളൂ എന്നതിന്റെ സൂചന കൂടിയാണ്. US ഇന്ത്യക്കെതിരെ ശക്തമായ താരിഫ് നിലപാടെടുത്തപ്പോൾ ഇന്ത്യയെ സമാധാനിപ്പിക്കാൻ, ഇന്ത്യയെ ആശ്വസിപ്പിക്കാൻ ജോർജിയ മെലോണി പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ്. റഷ്യയുമായുള്ള വ്യാപാര ഇടപാടുകൾ നിർത്താൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ ഇന്ത്യയുമായി പുതിയൊരു വ്യാപാര ഇടനാഴി തുറക്കാൻ ഇറ്റലി തങ്ങൾ തയ്യാറാണെന്ന്. എന്തായാലും അത്രമേൽ ശക്തമാണ് ഇന്ത്യ ഇറ്റലി ബന്ധം ഇനി അങ്ങോട്ട്. എന്തായാലും ലോക നേതാക്കൾ സ്വീകരിക്കുന്ന ഇന്ത്യൻ സ്റ്റൈൽ ഇപ്പോൾ അന്താരാഷ്ട്ര ഉച്ചകോടികളിലെ ചൂടേറിയ മാധ്യമ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകും, ഊഷ്മളമാകും എന്നതിന്റെ ഒരു സൂചന കൂടിയാണ്. UK-ക്കപ്പുറം യൂറോപ്യൻ യൂണിയനിലെ ഒരു രാജ്യത്തേക്ക് ഇന്ത്യ തങ്ങളുടെ സൗഹൃദവും വ്യാപാര ബന്ധവും ഒക്കെ ശക്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആദ്യം ഇറ്റലിയുമായിട്ടാകുമെന്നും വളരെ വ്യക്തമായി കഴിഞ്ഞു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ച് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച